അപ്പോൾ കഴിഞ്ഞ കുംഭമേളയിൽ തന്നെ സാറ്റലൈറ്റ് ഇമേജറിയൊക്കെ അനുസരിച്ച് 20 കോടിയോളം ആളുകളാണ് 12 വർഷം മുമ്പത്തെ കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ള കണക്ക്. ഇത്തവണ യാത്രാ സൗകര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടിയോളം ആളുകൾ എത്തും എന്നുള്ളതാണ് മേള ഭരണകൂടം അതിനെ കണക്കാക്കുന്നത്. ഒരു 40 കോടിയോളം ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വൈശിഷ്ട്യമാണ് പ്രയാഗ്രാജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുംഭമേള നടത്തുന്നത് ആര് എന്ന് ചോദിച്ചാൽ അഖാഡകളാണ്. ഭാരതത്തിൽ 2 തരത്തിലുള്ള സന്യാസി സമ്പ്രദായം, മഠങ്ങളായിട്ടും അഖാഡകളായിട്ടും ഉള്ളതിൽ അഖാഡകൾ 13 അഖാഡകൾ, 7 സന്യാസി അഖാഡകൾ, 3 വൈരാഗി അഖാഡകൾ, 3 ഉദാസീന അഖാഡകൾ, അങ്ങനെ 13 അഖാഡകൾ ചേർന്നിട്ടാണ് അവരാണ് കുംഭമേളയുടെ നേതൃത്വം. ആ മേളയിൽ ആദ്യത്തെ സ്നാനം ചെയ്യുന്നത് ഏറ്റവും പഴയ അഖാഡയും ഏറ്റവും വലിയ അഖാഡയുമായിട്ടുള്ള ഞങ്ങളുടെ അഖാഡയായിട്ടുള്ള ശ്രീപഞ്ച ദശനാം ജൂന അഖാഡയാണ് ഈ സ്നാന ദിവസങ്ങളിൽ ആദ്യം സ്നാനം ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള 13 അഖാഡകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശ്രമങ്ങളിലെ മഹാമണ്ഡലേശ്വരന്മാർ, മണ്ഡലേശ്വരന്മാർ, മറ്റുള്ള സന്യാസിമാർ, ഇത്രയും പേരാണ് കുംഭമേള നടത്തുന്നത് പ്രധാനമായിട്ടും. പക്ഷേ അത് ഈ അമൃതിൻ്റെ സാന്നിധ്യമുള്ള ഈ പുണ്യമുഹൂർത്തത്തിൽ അവിടെ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ദേവകളും സപ്തർഷികളും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും എല്ലാവരും എത്തിച്ചേരുമെന്നും ശരീരത്തിലില്ലാത്ത സപ്തർഷികളെ പോലുള്ള മഹർഷീശ്വരന്മാർ, അതോടൊപ്പം തന്നെ ഭാരതത്തിൽ ഇപ്പോൾ ഉള്ള എല്ലാ സന്യാസിമാരും, ഈ സംസ്കാരത്തിലുള്ള എല്ലാ സന്യാസിമാരും എത്തിച്ചേരുന്നു. അപ്പോൾ ആ മഹാത്മാക്കളുടെ കൂടെ ഒരു പുണ്യ സമയത്ത് അമൃതിൻ്റെ സാന്നിധ്യമുള്ള പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഭക്തരും എത്തിച്ചേരും. ഇതാണ് ഒറ്റ നോട്ടത്തിൽ കുംഭമേള എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു ഉത്തരം.